കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിലെ പില്ലർ തകർന്നു. RDS അവന്യൂ 1 ഫ്ളാറ്റിലെ പില്ലറാണ് തകർന്നത്. ഫ്ളാറ്റിലെ ഒരു ബ്ലോക്കിലെ ആളുകൾ മാറിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെയാണ് ഈ RDS അവന്യൂ 1 എന്നുള്ള ഫ്ളാറ്റിൽ ഒരു പൊടുന്നനെ ഒരു ശബ്ദം കേൾക്കുന്നത്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് അടുത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഇതിൻ്റെ അതായത് 2 ബ്ലോക്കുകളാണ് ഉള്ളത്. ഇതിലെ ആദ്യത്തെ ബ്ലോക്കിലെ എ ബ്ലോക്കിലെ പില്ലറുകൾ ഒന്നാണ് തകർന്നത്. അതായത് നിലവിൽ സ്ട്രക്ചറൽ കൺസൾട്ടന്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബ്ലോക്കിലെ ആ ഒരു തകർന്ന പില്ലറിന് നേരത്തെയും വിസിബിൾ ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടായിരുന്നു. അതായത് നേരത്തെയും കേടുപാടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പില്ലറിലേക്ക് ഭാരം കേന്ദ്രീകരിച്ചതാകാം ഇത്തരത്തിലുള്ള ഒരു തകർച്ചയ്ക്ക് കാരണമെന്നാണ് സ്ട്രക്ചറൽ കൺസൾട്ടന്റ് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പില്ലറുകൾ താങ്ങി നിർത്തിയതുകൊണ്ട് വലിയൊരു അപകടാവസ്ഥ ഒഴിവായിട്ടുണ്ട്. നിലവിൽ പരിശോധനകൾ തുടരുകയാണ്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും കൗൺസിലർ, അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ അതായത് ഇത് ഒരു 2007 കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ 10-16 വർഷം കാലപ്പഴക്കമുണ്ട്. കാലപ്പഴക്കമാണോ നിർമ്മാണത്തിലെ അപാകതയാണോ ഇത്തരമൊരു തകർച്ചയ്ക്ക് കാരണമെന്ന കാര്യത്തിൽ വിശദീകരണമോ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമോ ഒന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും RDS ഗ്രൂപ്പിന്റെ RDS പ്രോജക്ട്സിന്റെ ഫ്ളാറ്റാണിത്. ഫ്ളാറ്റിലുള്ളവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നേരത്തെ വാർഡ് കൗൺസിലർ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇവിടെ തൊട്ട് ചേർന്നുകൊണ്ടുള്ള ബ്ലോക്കുകളിലൊക്കെ തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് കോർപ്പറേഷന്റെ അനുമതി ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത തേടുന്നുണ്ട്. അനുമതി ഇല്ലാത്ത പക്ഷം നടപടികളിലേക്ക് കോർപ്പറേഷൻ കടക്കുക തന്നെ ചെയ്യും. എന്തായാലും നിലവിൽ അപകടാവസ്ഥ ഇല്ല. ഈ കുടുംബങ്ങൾ, അതായത് എ ബ്ലോക്കിലുള്ള 24 കുടുംബങ്ങളിൽ മിക്കവരും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരോട് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇനി വരും മണിക്കൂറുകളിലാണ് സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യം എന്തെന്ന് സ്ട്രക്ചറൽ കൺസൾട്ടന്റ് നിലവിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. എന്തായാലും നിലവിൽ ഇവിടെയുള്ള താമസക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെ, അതായത് ഈ തകർന്ന പില്ലർ നിലനിൽക്കുന്ന ബിൽഡിങ്ങിലെ മുഴുവൻ ആളുകളോടും മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ചു പേരൊക്കെ തന്നെ പോയിട്ടുണ്ട്. എന്തായാലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും എഞ്ചിനീയറിംഗ് വിഭാഗവും അതോടൊപ്പം തന്നെ മറ്റാളുകളും ഇവിടെ പരിശോധന തുടരുകയാണ്.